തിരുവനന്തപുരം കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച പടിഞ്ഞാറേക്കോട്ടയിലെ കൊത്തളം അതിഥി മന്ദിരം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കോർപ്പറേഷൻ കൊട്ടിഘോഷിച്ച് നവീകരിച്ച കോട്ടയ്ക്കകം കൊത്തളം അതിഥി മന്ദിരം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയതോടെ വീടുപേക്ഷിച്ച് മാറേണ്ട അവസ്ഥയിലാണ് സമീപവാസികൾ. ഒറ്റനോട്ടത്തിൽ ഒരു ഭാർഗവി നിലയം പോലെ തോന്നിപ്പിക്കുമെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പത്മനാഭന്റെ പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കൊത്തളം ഗസ്റ്റ് ഹൗസിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. പടിപ്പുരയും പരിസരവും കാടുകയറി, സീലിംഗുകൾ തകർന്നു, തൂണുകളിൽ വിള്ളൽ, ഭിത്തിയിലേക്ക് പടർന്ന കാട്ടുവള്ളികൾ പൈതൃക ബംഗ്ലാവിന്റെ ചരിത്രവും മറയ്ക്കുന്നു. ിൽ 40 ലക്ഷം രൂപ മുടക്കി കോർപ്പറേഷൻ നവീകരിച്ച കെട്ടിടം ഏറ്റെടുത്ത് നടത്താൻ ആളില്ല. ഉയർന്ന വാടകയെ തുടർന്ന് ആളുകൾ പിന്മാറുന്നുവെന്നാണ് ആരോപണം. ആർക്കിയോളജിക്കലിന് സമാനമായിട്ടൊരു നല്ല ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. അതിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അതിനുശേഷം യാചക പുനരധിവാസ കേന്ദ്രവും ഒക്കെ ഉണ്ടായിരുന്നത്. ആ മനോഹരമായ ബിൽഡിങ്ങിനെ ഇടിച്ചു നിരത്തിയിട്ടാണ് തിരുവനന്തപുരം നഗരസഭ ഇങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാമ്പുകളും ഇഴജന്തുക്കളും തെരുവുനായ്ക്കളും കെട്ടിടം കയ്യേറി കഴിഞ്ഞു. വൈകുന്നേരമായാൽ സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയാണ് ഇവിടം. തെരുവുനായ്ക്കൾ മാത്രമല്ല, മനുഷ്യരും പല ഭാഗത്തു നിന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ കാറിലും മറ്റു വാഹനങ്ങളിലും വന്ന് പലതരത്തിലും ദുരുപയോഗിക്കുന്നുണ്ട്. അത് വളരെ ദയനീയമായ അവസ്ഥയാണ്. സ്ത്രീകൾക്കൊന്നും ഭയന്ന് പുറത്ത് ഇരുട്ടി കഴിഞ്ഞാൽ നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കോർപ്പറേഷന്റെ പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് ഇല്ലാതാകുന്നത്. മദ്യക്കുപ്പികളുടെയും മറ്റ് കാര്യങ്ങൾ, അതായത് സാമൂഹ്യ വിരുദ്ധർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം ഇത് നഗരത്തിലെ ഒരു ഒഴിഞ്ഞ കേന്ദ്രമാണ്. രാജഭരണകാലം മുതലുള്ള ചരിത്രം പേറുന്ന ഈ സ്ഥലത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ അനുവദിക്കാതെ പഴയതുപോലെ കുട്ടികൾക്കൊരു അംഗൻവാടിയോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ തുടങ്ങുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്ങലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.